എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പ്രധാനമായും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നീറ്റ് പരീക്ഷയിൽ ബയോളജി എന്ന വിഷയം എങ്ങനെ വളരെ കൃത്യമായി ഉത്തരങ്ങൾ എഴുതാം എന്നുള്ളതാണ്. 80 മേലെ ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നമുക്ക് ഉയർന്ന സ്കോർ നീറ്റ് പരീക്ഷയിൽ നേടാൻ കഴിയുന്നത്. അതിനുവേണ്ടി ഇന്ന് മുതൽ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ബോട്ടണിയിലെ +2-ലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായി എടുത്ത് പഠിക്കുന്നത്. അതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്ത് പഠിക്കുകയാണ്. അതിലൂടെ ആ ചാപ്റ്ററിൽ നിന്നുള്ള കുറേ ഭാഗങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതും കൂടിയാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ പാഠഭാഗത്തേക്ക് കടക്കാലേ. The first question, the terms homothallic and monoecious are used to denote option A bisexual condition, option B unisexual condition, option C staminate flowers, option D pistillate. ഇതിലെ ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബൈസെക്ഷൽ കണ്ടീഷനാണ്. ലോവർ പ്ലാന്റ്സിൽ ആൽഗെ, ബ്രയോഫോയിറ്റ് പോലുള്ള പ്ലാന്റ്സിലെല്ലാം താലസ് ലൈക്ക് ബോഡി ഓർഗനൈസേഷനാണ്. അത്തരം പ്ലാന്റ്സിൽ ഫോർ എക്സാമ്പിൾ കാര ഗ്രീൻ ആൽഗയാണ്. അതിൽ ഹോമോതാലിക് ആൻഡ് മൊണേഷ്യസ് കണ്ടീഷനാണ് കാണുന്നത്. കാരണം ഊഗോണിയവും ആന്ത്രഡിയവും ഒരേ പ്ലാന്റിൽ തന്നെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഹോമോതാലിക് ആൻഡ് മൊണേഷ്യസ് എന്ന് പറയുന്നത്. യൂണിസെക്ഷൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് ഓർഗൻ മാത്രമാണ്. സ്റ്റാമിനേറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേമൻസ് മാത്രമാണ് ഫ്ലവറിൽ കാണുന്നത്. പിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാലും പിസ്റ്റിൽ മാത്രമാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമാണ് ആ ഫ്ലവറിൽ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ബെസ്റ്റ് ഓപ്ഷൻ ബൈസെക്ഷൽ കണ്ടീഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ഐക്കോർണിയ ഒക്കേഴ്സ് ബൈ ഓപ്ഷൻ എ ഓഫ്സെറ്റ്, ഓപ്ഷൻ ബി റണ്ണർ, ഓപ്ഷൻ സി സക്കർ, ഓപ്ഷൻ ഡി സ്റ്റോളൻ. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓഫ്സെറ്റ് എന്നുള്ളതാണ്. കാരണം ഇന്റർനോഡ് തിക്ക് ആൻഡ് ഷോർട്ടർ എന്നുള്ളതാണ് ഐക്കോർണിയയിൽ. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഓക്സാലിസ് പോലുള്ള പ്ലാന്റ്സിൽ റണ്ണർ എന്ന് പറയുമ്പോൾ ലോങ് സ്ലെൻഡർ ഇന്റർനോഡ്സ് ആണ്. ക്രൈസാന്തിമം പോലുള്ള പ്ലാന്റ്സിൽ ജമന്തിയിലാണ് സക്കർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗുകളായിട്ട് വരുന്നത്. സ്റ്റോളൻ ജാസ്മിൻ പോലുള്ള പ്ലാന്റ്സിലാണ് സ്റ്റോളൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗുകളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഓഫ്സെറ്റ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് ക്രോമോസോംസ് ഇൻ മിയോസൈറ്റ് ഇൻ ആപ്പിൾ ഈസ്. അതായത് ആപ്പിളിൻ്റെ ക്രോമോസോം ഡിപ്ലോയിഡ് കണ്ടീഷനിൽ എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. 34 എന്നുള്ളതാണ് ഡിപ്ലോയിഡ് ക്രോമോസോം നമ്പർ. അതാണ് ഇവിടെ മിയോസൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ചോദ്യം, സിംഗമി ക്യാൻ ഒക്കർ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസം ഇൻ. പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിയുടെ പുറത്ത് വെച്ചാണ്, ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം. മിക്കവാറും വാട്ടർ ബോഡീസിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള സിംഗമി നടക്കുന്നത്. ഇത് പ്രധാനമായും ആൽഗകളിലാണ് കാണുന്നത്. മോസസ്, ഫേൺസ്, ഫഞ്ച് തുടങ്ങിയവയിലെല്ലാം ഇൻസൈഡ് ദ ബോഡിയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ബൈ. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ തന്നെ ബൈസെക്ഷൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഫെർട്ടിലൈസേഷൻ ക്രോസ് ഫെർട്ടിലൈസേഷനാണ്. ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസിൽ ഓപ്പോസിറ്റ് സെക്സ് വരുന്ന കണ്ടീഷനാണ് മറ്റൊന്ന്. അവിടെയും സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ സി, ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സെക്സ്. ഒരിക്കലും സെയിം സെക്സ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നില്ല. ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസ് ആണ്, ഒരേ സെക്സ് ആണ്, അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രസക്തി ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്, ഐദർ എ ഓർ ബി. ആറാമത്തെ ചോദ്യം,
In bryophytes and pteridophytes, transport of male gametes require. മെയിൽ ഗാമേറ്റ്സ് വാട്ടറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. വാട്ടർ ഈസ് എ മീഡിയം ത്രൂ വിച്ച് മൂവ്മെന്റ് ഓഫ് ഗാമേറ്റ് ടേക്സ് പ്ലേസ്. ചില ഗാമേറ്റ്സ് ഫ്ലജലേറ്റഡ് ആണ്, ചിലത് സീലേറ്റഡ് ആണ്. എങ്ങനെയാണെങ്കിലും മെയിൽ ഗാമേറ്റ്സ് വാട്ടറിലൂടെയാണ് ഇത്തരം പ്ലാന്റ്സിലെ ഫെർട്ടിലൈസേഷന് വേണ്ടി മൂവ് ചെയ്യുന്നത്. അങ്ങനെ അത് ആർക്കിഗോണത്തിൽ എത്തിച്ചേരുകയാണ്, എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ കറക്റ്റായിട്ടുള്ളത് സി ആണ്. ഏഴാമത്തെ ചോദ്യം, ഇൻ പ്ലാന്റ്സ് certain structures such as runner, rhizome, sucker, tuber, offset, bulb are all capable of giving rise to new offsprings. These structures are called. ഇവിടെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം അതിൽ നിന്ന് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ക്ലോൺ എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ജനറ്റിക്കലി സിമിലർ ഓസ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അഡ്വെന്റീഷ്യസ് ബഡ്സ് പൊതുവെ ബ്രയോഫില്ലത്തിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നുള്ളതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് സെർവ് ആസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ എ പീസ് ഓഫ് പൊട്ടാറ്റോ ട്യൂബർ വിത്ത് ഐസ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ദ പീസ് ഓഫ് ജിഞ്ചർ റൈസോം, ഇതും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ ഇന്റർനോഡ്. മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ ഇന്റർനോഡ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അല്ല. ഷുഗർ കെയിനിൽ നോഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യും. മറ്റൊന്ന് എ മാർജിനൽ പീസ് ഓഫ് ബ്രയോഫിലം ലീഫ്, അതും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി എന്നുള്ളതാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ പാരന്റ്. ഇത് ശരിക്കും കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ ചോദ്യത്തിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. സൂസ്പോഴ്സ് ആർ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. സൂസ്പോഴ്സ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഉത്തരം. സി ഓപ്ഷൻ നോക്കാം. ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സിംഗിൾ പാരന്റ് പ്രൊഡ്യൂസസ് ഓസ്പ്രിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഓപ്ഷൻ ഡി, കൊണിഡിയ ആർ അസെക്ഷൽ സ്ട്രക്ചേഴ്സ് ഇൻ പെൻസിലിയം. ഇത് കറക്റ്റ് ആണ്. കൊണിഡിയ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് പെൻസിലിയത്തിലെ. അതുകൊണ്ട് ഓപ്ഷൻ ഇവിടെ ബി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൽ ഗാമേറ്റ്സ് ഓഫ് റൈസ് പ്ലാന്റ് ഹാവ് 12 chromosomes in their nucleus. The chromosome number in the female gamete, zygote and endosperm respectively. ഇവിടെ റൈസ് പ്ലാന്റിലെ മെയിൽ ഗാമേറ്റിന്റെ ക്രോമോസോംസ് 12 എണ്ണമാണ്. എങ്കിൽ ഫീമെയിൽ ഗാമേറ്റില് സൈഗോട്ടില് എൻഡോസ്പെമില് എപ്രകാരമായിരിക്കും? ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറഞ്ഞാലും അത് ഹാപ്ലോയിഡ് കണ്ടീഷൻ തന്നെയാണ്, മെയിൽ ഗാമേറ്റിനേത് പോലെ തന്നെയാണ്. അതുകൊണ്ട് 12 ക്രോമസോം. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, അതുകൊണ്ട് 24. എൻഡോസ്പെം ട്രിപ്ലോയിഡ് ആണ്, അതുകൊണ്ട് 3n കണ്ടീഷനാണ്, 36 അവിടെ വരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 11ാമത്തെ ചോദ്യം, ദ ടേം ക്ലോൺ കനോട്ട് ബി അപ്ലൈഡ് ടു ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബിക്കോസ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ക്ലോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യത്തിനുള്ള പ്രസക്തി നോക്കുമ്പോൾ ഓപ്ഷനായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. DNA ഓഫ് ഓൺലി 1 parent ഈസ് കോപ്പീഡ് ആൻഡ് പാസ്ഡ് ഓൺ ടു യങ് വൺസ്. ഒരിക്കലും 1 parent എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പോസിബിൾ അല്ല. 2 parent എന്നുള്ള കൺസെപ്റ്റാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോൺ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൽ റീപ്രൊഡക്ഷന് ബാധകമല്ലാത്തത് ഇവിടെ നമ്മൾ കാണുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് അറേഞ്ചസ് ദ ഗിവൺ ഓർഗാനിസംസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ ലൈഫ് സ്പാൻ. പഠിച്ചിരിക്കുന്ന പ്രകാരം ബനിയൻ ട്രീക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ഫ്രൂട്ട് ഫ്ലൈസിന് ഏറ്റവും കുറവാണ്.
ആഴ്ചകൾ മാത്രമാണ്, 1 to 2 weeks ആണ് പൊതുവെ പറയുന്നത്. പാരറ്റിന് 140 years ഒക്കെയാണ് ലൈഫ് സ്പാൻ ആയിട്ട് പറയുന്നത്. ക്രൊക്കോഡൈലിൻ്റെ 100-ൽ താഴെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഫ്രൂട്ട് ഫ്ലൈ, ക്രൊക്കോഡൈൽ, പാരറ്റ്, ബനിയൻ ട്രീ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി 13ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ? തൊട്ടു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ബനിയൻ ട്രീക്കാണ്. അതിന് താഴെയുള്ള ലൈഫ് സ്പാൻ തന്നെയാണ് മറ്റുള്ള എല്ലാവരും വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ബൈനറി ഫിഷൻ ഇൻ അമീബ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർഗനൽസ് ഈസ് ഡ്യൂപ്ലിക്കേറ്റഡ്? ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്ന പ്രക്രിയയാണ്. മിക്കവാറും ബൈനറി ഫിഷനിലൂടെയാണ് അമീബയിൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ആണ് ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. അടുത്ത ഡോട്ടർ സെൽസിൽ ഉണ്ടാകുന്നത് ഈ ന്യൂക്ലിയസ് തന്നെയാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷനിൽ വരുന്ന ഓർഗനൽ ന്യൂക്ലിയസ് എന്നുള്ളതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇവിടെ സൈഗോട്ട് ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുക്കാവുന്നത് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ്. കാരണം സൈഗോട്ടാണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ്. ബാക്കിയുള്ള എല്ലാം പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാം പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റായി കണക്കാക്കാവുന്നതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ക്രോമോസോംസ് ഇൻ ഷൂട്ട് ടിപ്പ് സെൽസ് ഓഫ് മെയ്സ് പ്ലാന്റ് ഈസ് 20. ദ നമ്പർ ഓഫ് ക്രോമോസോംസ് ഇൻ മൈക്രോസ്പോർ ഓഫ് ദ സെയിം പ്ലാന്റ് ഷാൽ ബി. ഇവിടെ ഡിപ്ലോയിഡ് കണ്ടീഷനാണ് ഷൂട്ട് ടിപ്പിൽ 20 ക്രോമോസോംസ് കണ്ടീഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിയോസിസ് നടന്ന് മൈക്രോസ്പോർസ് ഉണ്ടാകുമ്പോൾ ക്രോമോസോമിൻ്റെ എണ്ണം പകുതിയായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ 10 എന്നുള്ളതാണ് ഹാപ്ലോയിഡ് കണ്ടീഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ഷോസ് ബൈസെക്ഷൽ എനിമൽസ് ഓൺലി? പ്രധാനമായിട്ടും ഹെർമാഫ്രോഡൈറ്റ് എനിമൽസ് ആണ് ബൈസെക്ഷൽ എനിമൽസ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷനിൽ എർത്ത്വേം, സ്പോഞ്ച്, ലീച്ച്, ഇവിടെ ടേപ്പ് വേം കൂടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാവുന്ന ഓപ്ഷൻ ബി എന്നുള്ളതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർഗാനിസം ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമോസോം? ഏറ്റവും കൂടുതൽ ക്രോമോസോം നമ്പർ കാണുന്നത് ഒഫിയോഗ്ലോസം എന്ന് പറയുന്ന ഒരു ടെറിഡോഫൈറ്റ് മെമ്പറിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഇൻ മെയ്സ് ദ മിയോസൈറ്റ് ഹാസ് 20 chromosomes. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ക്രോമോസോംസ് ഇൻ ഇറ്റ്സ് സൊമാറ്റിക് സെൽ? മിയോസൈറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ സൊമാറ്റിക് സെൽസിലും ഡിപ്ലോയിഡ് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. മിയോസൈറ്റ് 2n = 20 ആണെങ്കിൽ സൊമാറ്റിക് സെൽസിലും 2n = 20 തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, മിയോസിസ് ഡസ് നോട്ട് ഒക്കർ ഇൻ? മിയോസിസ് എവിടെയാണ് നടക്കാത്തത്? ഓപ്ഷൻ എ, അസെക്ഷൽ റീപ്രൊഡ്യൂസിങ് ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ്. മിയോസിസ് നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മുഖ്യമായി നടക്കുന്നത് മൈറ്റോസിസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ലീഫ് സെൽ ഓഫ് അഗാവ് ഹാസ് X chromosome, then what will be the number of chromosomes in a cell of its bulbil? ബൾബിൽ എന്ന് പറഞ്ഞാൽ അതൊരു വെജിറ്റേറ്റീവ് പ്രപ്പഗ്യൂൾ ആണ്. ലീഫ് സെൽസിലെ എക്സ് ക്രോമോസോം കണ്ടീഷൻ ആണെങ്കിൽ ബൾബിലും എക്സ് ക്രോമോസോം കണ്ടീഷനാണ്. സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ടെറർ ഓഫ് ബംഗാൾ ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺസ്. Statement 1. Terror of Bengal is the name given to water hyacinth. Second, Eichhornia was introduced in India due to its aesthetic value. മൂന്നാമത്തെ ഓപ്ഷൻ, Eichhornia drains oxygen from water which leads to death of fishes. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ. 23ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. ദ ഗ്രോത്ത് ഫേസ് ഓഫ് എൻ ഓർഗാനിസം ബിഫോർ അറ്റൈനിങ് സെക്ഷൽ മെച്യൂരിറ്റി ഈസ് റെഫേർഡ് ടു ആസ്. ഇവിടെ പ്രധാനമായിട്ടും
സെക്ഷൽ മെച്യൂരിറ്റി റീപ്രൊഡക്റ്റീവ് ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസിന് മുൻപുള്ള ഘട്ടം എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഘട്ടമാണ് ഇവിടെ റീപ്രൊഡക്റ്റീവ് ഫേസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള 2 ഘട്ടമായിട്ട് ഇവിടെ കണക്കാക്കുന്നത് വെജിറ്റേറ്റീവ് ഫേസും ജുവനൈൽ ഫേസുമാണ്. ഓപ്ഷൻ സി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനസെന്റ് ഫേസസ് കനോട്ട് ബി ഒബ്സർവ്ഡ് ഇൻ. മിക്കവാറും കൃത്യമായിട്ടുള്ള ഈ 3 ഫേസുകളെ കൃത്യമായിട്ട് കാണുന്നത് ലൈഫ് സൈക്കിൾ വളരെയധികമില്ലാത്ത പ്ലാന്റ്സിലാണ്. പെരിനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം കാലം ഭൂമിയിൽ വസിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് അത്തരം പ്ലാന്റ്സിൽ ഇത്തരത്തിലുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സെനസെന്റ് ഫേസുകൾ ഡിസ്റ്റിങ്വിഷ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല എന്നതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആനുവൽസ് 1 ഇയർ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ 1 സീസൺ. ബൈനിയൽസ് 2 ഇയർ അല്ലെങ്കിൽ 2 സീസൺ. എഫിമറൽസ് ഷോർട്ട് ലൈഫ് സൈക്കിളാണ് അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ പെടുന്നതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഫ്രം ഫീമെയിൽ ഗാമേറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് ടേംഡ് ആസ്. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗാമേറ്റിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേര് പാർത്തനോജെനസിസ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കാനുള്ളത്. എൻ്റെ ഈ ക്ലാസ് നിങ്ങളെല്ലാവരും വളരെ കൃത്യതയോടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.